Welcome to Arcade Stories. ലവ് ഇൻ ഗോവ NIT ലവ് സ്റ്റോറി ഭാഗം 5. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. തലേ ദിവസം രാത്രി കഞ്ഞി ഉണ്ടാക്കാമെന്ന് ആരുഷു പറഞ്ഞപ്പോ അങ്ങനെയാന്ന് നാളെ മുതൽ ഓഫീസിൽ പോകുമ്പോ ചോറും കറികളും ഉണ്ടാക്കി കൊണ്ടുപോയാലോ എന്ന് അസിയാണ് ചോദിച്ചത്. കാന്റീനിലെ ഗോവക്കാരന്റെ ഭക്ഷണം കഴിച്ചു മടുത്തിരുന്ന ഹോപ്പും അനകയും അത് അപ്പോൾ തന്നെ സപ്പോർട്ടും ചെയ്തു. എല്ലാവരും കൂടെ സഹായിക്കുകയാന്നേ നാളെ തൊട്ട് ചോറും കറിയും താൻ റെഡിയാക്കാമെന്ന് ആരുഷു പറഞ്ഞപ്പോ അവര് കൈയടിച്ച് സമ്മതം അറിയിച്ചു. ദിയക്ക് ഗോവൻ ഫുഡ് ഇഷ്ടമായതിനാൽ അവൾ ഒഴികെ ബാക്കി 4 പേർക്കും ലഞ്ചിലുള്ള കുത്തരിച്ചോറും പയറുകറിയും സാമ്പാറും പിന്നെ പപ്പടം വറുത്തവും തയ്യാറാക്കിക്കൊണ്ടാണ് അവരന്ന് തിങ്കളാഴ്ച ഓഫീസിലേക്ക് എത്തിയത്. ഉച്ചയ്ക്ക് കാന്റീനിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം പബ്ബിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ ആസി ദിയയ്ക്ക് വിവരിച്ചു കൊടുക്കുകയായിരുന്നു. അതിനിടയിൽ ഓഫീസിലുള്ള മറ്റു പലരും വന്ന് ആരുഷിനെ പരിചയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ സമയം കാന്റീനിലേക്ക് എത്തിയ ശ്രേയയും നമ്മുടെ സയാമീസ് ഇരട്ടകളും ആരുഷിന്റെയും അസിയുടെയും ഒക്കെ പാത്രങ്ങളിൽ കുത്തരിച്ചോറും കറികളും കണ്ട് അങ്ങോട്ടേക്ക് ചാടി. എല്ലാവരും കൂടി പാത്രങ്ങളിൽ നിന്ന് ചോറും പയറും പപ്പടവും എല്ലാം കൈയിട്ട് വാരി കഴിക്കുന്നതിനിടയിൽ ഇനി മുതൽ ലഞ്ചിനുള്ള ഭക്ഷണം ഫ്ളാറ്റിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവരാൻ തീരുമാനിച്ച കാര്യം അസി അവരോട് പറഞ്ഞു. കേട്ട പാടെ ഭക്ഷണം ഉണ്ടാക്കാൻ ഞങ്ങളും റെഡിയെന്ന് ഇരട്ടകളും ശ്രേയയും. അനകയും ദിയയും താമസിക്കുന്ന ഫ്ളാറ്റിൽ തന്നെയാണ് അവരും താമസിക്കുന്നത്. ഇന്നു മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം അസിയുടെ ഫ്ളാറ്റിൽ ചെന്ന് ഭക്ഷണം തയ്യാറാക്കിയതിനു ശേഷം അവരുടെ ഫ്ളാറ്റിലേക്ക് പോയാൽ മതി എന്ന് തീരുമാനിക്കുന്നതിനിടയിലാണ് ഗംഗയും നിമിഷയും കൂടി കാന്റീനിലേക്ക് വരുന്നത് അവർ കണ്ടത്. ആഹാ, ഹീനാമ്പേച്ചിയും മരപ്പട്ടിയും എത്തിയല്ലോ. ഗംഗയും നിമിഷയും വരുന്നത് കണ്ട ഹോപ്പ് തല ഉയർത്തി കളിയാക്കി. അടിപൊളി, അതിലാരടാ മരപ്പട്ടി? പപ്പടം പൊട്ടിച്ച് വായിലേക്ക് വെച്ചുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മരപ്പട്ടി നമ്മുടെ നിമിഷ കൊച്ചി, ഹീനാമ്പേച്ചി ഗംഗയും, ആസി വിവരിച്ചു. ശേ, മരപ്പട്ടി എന്ന പേര് മറ്റവൾക്കായിരുന്നു കൂടുതൽ ചേരുന്നത്. ഞാൻ എന്റെ അനിഷ്ടം വ്യക്തമാക്കി. അവളുമാര് നമ്മുടെ അടുത്തേക്കാണല്ലോ വരുന്നേ. പയറ് വെച്ച പാത്രത്തിൽ കൈയിട്ട് വാരുന്നതിനിടയിൽ അനക പറഞ്ഞത് കേട്ട് എല്ലാവരും പതുക്കെ തല ഉയർത്തി നോക്കി. ശരിയാണല്ലോ, സാധാരണ വെട്ടുകൾ ഞങ്ങളിരിക്കുന്നതിന്റെ 7 അയൽവക്കത്തേക്ക് വന്നിരിക്കാറില്ല. ഇന്നെന്ത് പറ്റിയാവും? ഇനി ഇവനെ കാണാനോ മറ്റോ ആണോ? ആസി അതും പറഞ്ഞ് എന്നെ ഒന്ന് ചുഴിഞ്ഞു നോക്കി. ഡാടാ മണവാള, വേണ്ട, ഇതിലോട്ട് കേട്ടല്ലേ. ഞാൻ അസിയെ വിളിച്ച പേര് കേട്ട് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. അത് എന്നാ, ഇവന് വേറെ പേരാണോ മനവാലൻ? ദിയയുടെ മലയാളം കേട്ട് ഞാൻ വാ വിളിക്കുന്നതിനിടയിൽ അസി തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നത് കണ്ടു. എന്തോന്നാണ് ഇത്, മലയാളം തന്നെ? എന്റെ ചോദ്യത്തിന് അസി ദൈന്യതയോടെ തല കുലുക്കി. മനവാലൻ, കൊള്ളാലോളിയ. ഹോപ്പ് അസിക്ക് പുതിയ പേര് ചാർത്തി കെട്ടിയ സന്തോഷത്തോടെ അവന്റെ തോളത്ത് തല്ലി. ആരും അതെന്താ അസിയെ മണവാളനെന്ന് വിളിച്ചേ? അവൻ ആ പേര് കിട്ടിയത് എങ്ങനെയെന്ന് അറിയാനുള്ള തിടുക്കമായിരുന്നു അനകയ്ക്ക്. പറയട്ടോടാ ചക്കരെ. അസിയെ നോക്കി ഞാൻ കണ്ണിറുക്കി. ആ തോല. എന്നോടുള്ള ദേഷ്യം ചോറും സാമ്പാറും കൂടി ഞെരടി കുഴച്ച് അവൻ തീർത്തു. അതായത് എടാ ഹോപ്പേ, നമ്മളൊക്കെ കൊള്ളാവുന്നൊരു പെൺകൊച്ചിനെ കണ്ടേ അവൾ ഇഷ്ടപ്പെട്ട എന്താ ചെയ്യുക? നേരെ ചെന്ന് ഇഷ്ടമാണെന്ന കാര്യം അവളോട് പറയും, അല്ലാതെ വേറെന്ത് പറയാനെന്ന മട്ടിൽ ഹോപ്പ് എല്ലാവരെയും ഒന്ന് നോക്കി. ആമാ, അവളതാണ്. ശിവയും ഹോപ്പിനെ സപ്പോർട്ട് ചെയ്തു. ആ, എന്നാലേ ഇവനുണ്ടല്ലോ നമ്മുടെ ഈ കോഴി, കൊള്ളാവുന്ന ഏത് പെൺകൊച്ചിനെ കണ്ടാലും ഉടനെ കയറി കല്യാണം ആലോചിക്കും. അങ്ങനെ കല്യാണാലോചനകളുടെ എണ്ണം കൂടിയപ്പോ കോളേജിലെ പെൺപിള്ളേരെല്ലാം കൂടി ഇട്ടുകൊടുത്ത പേരാ ഈ മണവാളിനെന്ന്. അവനെ മാന്താൻ പുതിയൊരു ആയുധം കിട്ടിയതിന്റെ സന്തോഷത്തോടു കൂടി എല്ലാവരും അവനെ നോക്കിയപ്പോ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന മട്ടിൽ ചോറ് കുഴച്ച് കയറ്റുകയായിരുന്നു അവൻ. ആരുഷ്, ഈ മനവാളൻ എന്ന് പറഞ്ഞ എന്നതാ മീനിങ്? അവളുടെ സ്ഥിരം സ്പെഷ്യലായ ഗോവൻ പൊറോട്ട ചാറിൽ മുക്കി വായിലേക്കും വെച്ചുകൊണ്ട് ദിയ നോക്കി. മോളെ, ഈ മണവാളൻ എന്ന് പറഞ്ഞാലേ വെരി റിച്ച് മാൻ എന്നാ മീനിങ്. ഞാൻ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. ആണോ, ഗ്രേറ്റ്. ഇവൻ പറയാറുണ്ട് ഇവന്റെ ഡാഡിയും ഒരു റിച്ച് മാൻ ആണെന്ന്. ദാറ്റ് മീൻസ് ഹീസ് ഓൾസോ എ മനവാളൻ, അല്ലേ അസി? ദിയ പറഞ്ഞത് കേട്ട് വായിലേക്ക് കുത്തിക്കയറ്റിയ ചോറ് വിഴുങ്ങാനാവാതെ കവളിൽ കുത്തി നിറച്ചുകൊണ്ടുള്ള അസിയുടെ ഇരിപ്പും കൂടി കണ്ടതോടെ എല്ലാവരും ആർത്തു ചിരിച്ചു. അസിയുടെ നേരെ മുന്നിലിരുന്ന് വെള്ളം കുടിക്കുകയായിരുന്ന അനക പിടിച്ചു നിൽക്കാനാവാതെ പൊട്ടിച്ചിരിച്ചപ്പോ അവളുടെ വായിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ സ്പ്രേ ചെയ്തതുപോലെ അവന്റെ മേലേക്ക് തെറിച്ചു. അടിപൊളി, ദേ പേരും ഇട്ട് പനിതീരും തെളിച്ചു. ഇനിയിപ്പോ എന്നാ വേണം? ചോറ് കുത്തിക്കയറ്റി കവള് വീർപ്പിച്ചുള്ള അവന്റെ ആ ഇരിപ്പ് നോക്കിയേ. എടാ, ഈ രൂപത്തിൽ റോഡിൽ പോയിരുന്നാലേ ഇവിടുന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കാശ് കിട്ടും, വേഗം ചെല്ലി. ഹോപ്പ് അസിയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിച്ചു. എന്നാ എല്ലാവരും ചിരിക്കുന്നേ? വൈ. ദിയ കാര്യം മനസ്സിലാവാതെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. സോറി ദിയ,
ഐ വാസ് ജസ്റ്റ് ഗെറ്റിംഗ് മണവാളൻ മീൻസ് ബ്രൈഡ് ഗ്രൂം നോട്ട് റിച്ച് മാൻ. പാവം തോന്നിയ ഞാൻ അവളെ കാര്യം പറഞ്ഞു മനസ്സിലാക്കി. ഓ, എന്നെ പറ്റിച്ചു അല്ലേ? ഞാൻ മിണ്ടില്ല. ദിയ മുഖം വീർപ്പിച്ചു. സോറി ഇനി പറ്റിക്കില്ല കേട്ടോ. അവളുടെ കവളത്തൊന്ന് കിള്ളി ഒരിക്കൽ കൂടി സോറി പറഞ്ഞതോടെ അവളുടെ മുഖം തെളിഞ്ഞു. ഡീസന്റായേ, ആ നിമിഷം ഇങ്ങോട്ട് വരുന്നുണ്ട്. ശ്രേയ പറഞ്ഞത് കേട്ട് എല്ലാവരുടെയും നോട്ടം അങ്ങോട്ടേക്കായി. ഇവളെന്നെ പെണ്ണുകണം വരുന്ന ചെറുക്കന്റെ മുന്നിലേക്ക് വരുമ്പോൾ നടക്കുന്നേ. അവളുടെ വശപ്പിശകുള്ള നടപ്പ് കണ്ട് അസി ചോദിച്ചു. അതെ, ഒരു കാര്യം ചോദിക്കാനാ. ഞങ്ങളുടെ വായിൽ നിന്ന് എന്ത് വരുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അടുത്തെത്തി അവൾ ചോദിച്ചത് സിതാരയോടാണ്. എന്നാ കാര്യം നിമിഷക്കുട്ടി? ചോദിരി. മറുപടി പറഞ്ഞത് ഹോപ്പാണ്. അല്ല, അത് ഏത്? അവൻ ആ കൊച്ചിനെ വിടാനുള്ള ഭാവമില്ല. ഈ ചോറ് ഞങ്ങൾ അലമ്പുകയാണെന്ന് മനസ്സിലാക്കി അവൾ തിരിഞ്ഞ് പിന്നീട് ശിവയോടാണ് ചോദിച്ചത്. എന്താ, ചോറ് വേണോ? അസി വിഷയം ഏറ്റെടുത്തു. അതിനല്ല, ഇത് നിങ്ങൾ എവിടെന്നാ വാങ്ങിയെന്നറിയാൻ. ഓ, അതാണോ? ഇതിവിടെ തൊട്ടടുത്ത് തന്നെ പുതിയതായി തുടങ്ങിയ ദേ ചേച്ചി ചോറും കറിയും എന്ന ഒരു മലയാളി റെസ്റ്റോറന്റിൽ നിന്ന്. എന്തേ വേണോ? ആസി അവളെ നോക്കി വിളിച്ചു. ചുമ്മാ ഇരിയടാ നിമിഷ, ഇത് പുറത്തുനിന്ന് വാങ്ങിയതല്ല, ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാ. നാളെ മുതലേ ലഞ്ചിനുള്ള ഭക്ഷണം എല്ലാവരും കൂടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ തരികം കൂടാ. വീണ്ടും എന്തോ കൊനഷ്ടു പറയാമെന്ന ഹോപ്പിനെ തടഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. ഓ, അത് ശരി. ഓക്കെ ആരുഷ്, ഞാൻ വൈകുന്നേരം പറയാം. താങ്ക്സ്. അതും പറഞ്ഞ് ആ കൊച്ചു പ്രാന്തന്മാരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ടതുപോലെ ജീവനും കൊണ്ട് ഓടി. നിനക്ക് എന്തോന്ന് കുത്തിക്ക ആണ് അവളെയൊക്കെ വിളിക്കാനായിട്ട്. അസി എന്റെ നേരെ ചൂടായി. അതെ, എന്നാ ആ വേട് കുത്തിക്ക? വാട്ട്സ് ദാറ്റ്? പുതിയ വാക്ക് പഠിക്കാൻ കിട്ടിയ ഉത്സാഹത്തോടെ ദിയ ചോദിച്ചു. ഓ, എന്റെ പൊന്നു മോളെ ഒന്നുമില്ല. അതും പറഞ്ഞ് അസി മുഖം തിരിച്ചു. എടാ, ഞാൻ മനഃപൂർവ്വം അവളോട് പറഞ്ഞതാ നമ്മളാ ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന്. മറ്റേ ഗംഗാദേവി വരുമെന്ന് നിനക്കൊക്കെ തോന്നുന്നുണ്ടോ? ചോറ് കഴിച്ചു കഴിഞ്ഞ പാത്രം അടച്ചും കൊണ്ട് ഞാൻ ചോദിച്ചു. ഉവ്വ, നോക്കിയിരുന്നോ മോനെ? നീ അവളുടെ തീറ്റ കണ്ടിട്ടില്ലല്ലോ. നിന്നെ നിർത്തിപ്പൊരിച്ചു കൊടുത്താലേ 5 മിനിറ്റ് കൊണ്ട് അവളെ തിന്നു തീർക്കും. ആ മുതലിനെയാണ് നീ ചോറുണ്ടാക്കാൻ ക്ഷണിച്ചിരിക്കുന്നത്. അവളെ എപ്പോ വന്നൊന്ന് നോക്കിയാൽ മതി. ടിഷ്യൂ പേപ്പറിൽ കൈ തുടച്ചും കൊണ്ട് അസി തലയാട്ടി. ഇല്ല മക്കളെ, നിങ്ങൾ നോക്കിക്കോ, അവള് വരത്തില്ല. കാണാം. അതും പറഞ്ഞ് അവൻ കൈ കഴുകാനായി എഴുന്നേറ്റു. പുറകെ എല്ലാവരും അവരുടെ പാത്രങ്ങളും എടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു. പട്ടികള്, തെണ്ടികള്, നാറികള് തെറിയും പറഞ്ഞ് നടന്നു വരുന്ന നിമിഷയെ കണ്ട് ഗംഗ നെറ്റി ചൊളിച്ചു. എന്താടി, നിനക്ക് എന്താ പറ്റിയേ? കസേരയിൽ വന്നിരുന്നതും ഗംഗ അവളോട് ചോദിച്ചു. ഇനി എന്ത് പറ്റാനാ? നീ പറഞ്ഞിട്ടല്ലേ എന്നെ അങ്ങോട്ട് കെട്ടിയെടുത്ത്. അവന്മാരുടെ വാലിരിക്കുന്നത് മുഴുവനും കേട്ടു. ചോറല്ല, ബിരിയാണി തിന്നൊരു സുഖം, തൃപ്തിയായി. പ്ലേറ്റിൽ സെർവ് ചെയ്യാതെ ബാക്കിയുണ്ടായിരുന്ന റൈസ് കളയാനായി നിമിഷ കലിപ്പോടെ എഴുന്നേറ്റു. നീ ഇത് കഴിക്കുന്നില്ലേ? എന്തിന്? വയറ് നിറഞ്ഞു. എന്നാ ഞാൻ കഴിച്ചോളാം. എന്തിനാ വെറുതെ കളയുന്നേ? അപ്പൊ നീയല്ലേ കുറച്ചു മുന്നേ പറഞ്ഞ് ഇതൊന്നും നിനക്ക് ഇറങ്ങൂലെന്ന്? അതെ, പക്ഷെ കാശ് കൊടുത്ത സാധനം വെറുതെ കളയണ്ടല്ലോ. എന്നാ കേറ്റി. പ്ലേറ്റ് അവളുടെ മുന്നിലേക്ക് തള്ളി നീക്കി നിമിഷ. നിനക്കെന്നത്തിന് എത്ര കലിപ്പ്? അവന്മാര് വല്ല തെറിയും പറഞ്ഞു. അതിന് അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കുക മാത്രമാണ് നിമിഷ ചെയ്തത്. നീ ഇങ്ങനെ മൂങ്ങ നോക്കും പോലെ നോക്കാതെ കാര്യം പറയും. എവിടെ നിന്ന് അവന്മാരാ ചോറും കറികളും വാങ്ങിയേ? പ്ലേറ്റിലേക്ക് ബാക്കിയുണ്ടായിരുന്ന ചന്ന മസാല ഒഴിച്ചുകൊണ്ട് ഗംഗ ചോദിച്ചു. എടി, അത് അവര് വാങ്ങിയതല്ല, ആ ആരുഷ് ഉണ്ടാക്കിയതാ. അവരെല്ലാരും കൂടി സഹായിക്കുകയും ചെയ്തു. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും അവരെല്ലാരും കൂടി ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാ. താല്പര്യമുണ്ട്, എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഓഹോ, അവന് ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയോ? അപ്പോ എന്തേ, നിനക്ക് പഠിക്കണോ? അല്ല, നിന്റെ അച്ഛൻ നല്ലൊരു കുക്കല്ലേ, അമ്മയുടെ കൈപ്പുണ്യം അടിപൊളി. എന്നിട്ട് നീ എന്താ ഇങ്ങനെ ആയിപ്പോയേ? അങ്ങനെ വല്ലതും പഠിച്ചിരുന്നേ ഇപ്പൊ അമ്മയുടെ വായിരിക്കുന്നത് കേൾക്കേണ്ടി വരുമായിരുന്നോ? എന്തോ ആലോചിച്ചും കൊണ്ട് ഗംഗ മൂളി. എന്താ അത് പറഞ്ഞപ്പോ നിന്റെ മുഖത്തൊരു വാട്ടം? ഏയ്, ഒന്നുമില്ല. മനസ്സിലായി, അച്ഛന് ഓർമ്മ ഒന്നുമല്ലേ? പണ്ട് നിന്റെ അച്ഛൻ നിന്റെ അമ്മയെ ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താ വളച്ചതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വേണേ ചരിത്രം ഒന്നുകൂടി ആവർത്തിക്കാം. എന്റെ അച്ഛനോടെ കിടക്കുന്നു, ആ തെണ്ടിയോടെ കിടക്കുന്നു. എന്റെ പട്ടി വരും അവനുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ. അപ്പോ താല്പര്യകക്ഷിയല്ല. ശരി, വേണ്ട. നമുക്ക് തൽക്കാലം ഗോവൻ ഭക്ഷണങ്ങളെ പ്രേമിക്കാം. ഗംഗേ, പല പ്രാവശ്യം നമ്മൾ സംസാരിച്ചിട്ടുള്ളതാ. എങ്കിലും ഞാൻ വീണ്ടും ചോദിക്കുക, നിനക്ക് അച്ഛനും അമ്മയും ഇങ്ങനെ വിഷമിപ്പിക്കാതെ ഒരു കല്യാണത്തിന് സമ്മതിച്ചൂടെ? ഒരുത്തൻ അങ്ങനെ ചെയ്തു എന്ന് വെച്ച് എല്ലാ ആണുങ്ങളും അങ്ങനെയൊന്നും അല്ലല്ലോ. നിമിഷ ചോദിച്ചത് കേട്ട് ഗംഗ അവളെ തുറച്ചു നോക്കി. നിമി, പുറത്തുനിന്ന് കളി കാണുന്നവർക്ക് അഭിപ്രായം പറയാൻ വളരെ എളുപ്പാ.
എല്ലാവരും പറയും പോലെ ഞാനൊരു പുരുഷ വിദ്വേഷിയൊന്നുമല്ല. മെക്കിട്ട് കയറാൻ വരുന്നവന്മാരെ വെറുതെ വിടാറില്ലെന്നേ ഉള്ളൂ. ഒന്ന് നിർത്തിയതിനു ശേഷം അവൾ തുടർന്നു. എന്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രണയം കണ്ടു വളർന്ന എനിക്കറിയാം എല്ലാ ആണുങ്ങളും അവനെ പോലെയല്ലെന്ന്. പക്ഷെ എന്റെ ഉള്ളിലേറ്റ മുറിവ് അതല്പം ആഴം കൂടുതലുള്ളത് തന്നെയാ. നമ്മളെക്കാൾ ഏറെ നമ്മൾ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവര് പുറകേന്ന് കുത്തുമ്പോൾ ഉണ്ടാവുന്ന ഹൃദയത്തിന്റെ പിടപ്പുണ്ടല്ലോ, അത് കഴുത്തേറ്റ് പിടയുന്നതിനേക്കാൾ വേദനാജനകമാ മോളെ. ഒരിക്കലും ഉണങ്ങാത്ത എന്റെ ആ മുറിവിൽ നിന്ന് ഇപ്പോഴും ചോര കിനിയുന്നുണ്ട് നിമി. അവളുടെ വാക്കുകൾ ചെറുതായൊന്ന് ഇടറി. ബോധത്തോടെ ഇരുന്ന ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നുന്ന നിമിഷങ്ങളിലാ ഞാൻ ജാക്സൺ അന്വേഷിച്ച് പോകുന്നേ. അവൻ തരുന്ന MDMന് കുറെ നേരത്തേക്കെങ്കിലും ആ മുറിവുകളെ ഉണക്കാനുള്ള കഴിവുണ്ട്. ഡി വേണ്ട കേട്ടോ, നീ ഇനി ജാക്സൺ അന്വേഷിച്ച് പോകില്ലെന്ന് എനിക്ക് വാക്ക് തന്നതാ, മറക്കണ്ട. അതിനൊരു വരട്ട ചിരി മാത്രമായിരുന്നു ഗംഗയുടെ മറുപടി. വാ എഴുന്നേക്ക്, കൈ കഴുക. കൈ ഉണങ്ങിയാലേ കല്യാണം കഴിക്കാൻ വൈകുമെന്ന പണ്ടുള്ളവര് പറയുന്നേ. നിമിഷയെ നോക്കി കുസൃതി ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഗംഗ എഴുന്നേറ്റു. അവളുടെ പുറകെ കൈ കഴുകാനായി വാഷ്റൂമിലേക്ക് നടക്കുമ്പോൾ നിമിഷയുടെ മുഖവും മ്ലാനമായിരുന്നു. ഡാസി, വൈകുന്നേരം കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറ്റുമോ? ക്യാൻറ്റീനിൽ നിന്നും തിരികെ ഓഫീസിലേക്ക് നടക്കുന്നതിനിടയിൽ എന്റെ ചോദ്യം കേട്ട് അവൻ ചോദ്യഭാവത്തോടെ തിരിഞ്ഞു നിന്നു. എന്ത്? എന്റെ ബുള്ളറ്റ് എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ പോയി അതൊന്ന് എടുക്കണം. അതിനെന്താ, നമുക്ക് മൂപ്പനോട് പറഞ്ഞിട്ടേ ഒരു 4:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം, അതുപോലെ? യെസ്, അത് മതി. ബുള്ളറ്റും എടുത്ത് സാധനങ്ങൾ വാങ്ങിച്ച് നമുക്ക് ഫ്ലാറ്റിലേക്ക് പോകാം. അപ്പോഴേക്കും ബാക്കിയുള്ളവരും ഫ്ലാറ്റിലേക്ക് എത്തുമല്ലോ. ഓക്കെ മച്ചു. ഓഫീസിലെത്തി അവന്റെ ക്യൂബിക്കിളിലേക്ക് പോകുന്നതിനിടയിൽ അവൻ പറഞ്ഞു. സെർവർ ഓട്ടോമേഷനിൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം വലിയ പ്രയാസമില്ലാത്തവയായിരുന്നു. സ്കോപ്പും റിക്വയർഡ് ഔട്ട്പുട്ടും കണക്ക് കൂട്ടിയതിൽ നിന്ന് തന്നെ ഞങ്ങളുടെ പോർഷൻ മൂപ്പൻ പറഞ്ഞതിലും 1 മാസം മുന്നേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ചെയ്യേണ്ട കാര്യങ്ങൾ 4 പോർഷനാക്കി തിരിച്ച് ഞാൻ 4 പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഓരോ ദിവസം ചെയ്ത് തീർക്കേണ്ട ടാസ്കുകളും ഫിക്സ് ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഭക്ഷണം കഴിച്ചെത്തിയപ്പോൾ മുതൽ എന്താണെന്ന് അറിയില്ല, വല്ലാത്തൊരു മൂഡ് ഓഫ്. മനസ്സിൽ കുഴിച്ചുമൂടാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഓർമ്മകൾ വീണ്ടും ചെക്കി പുറത്തിട്ടതിന്റെ ആകാം. മറ്റു 3 പേർക്കുമുള്ള വർക്ക് സ്കെഡ്യൂൾ ചെയ്തതിനു ശേഷം ഞങ്ങൾ കണ്ണുകളടച്ച് കസേരയിലേക്ക് ചാരിയിരുന്നു. അവളുടെ വിരലുകൾ ടേബിളിൽ പതുക്കെ താളം പിടിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ ടേബിളിൽ പരതിയ കൈകളിൽ മൊബൈൽ തടഞ്ഞപ്പോ അവൾ കണ്ണുകൾ തുറന്ന് അല്പനേരം ആ മൊബൈലിലേക്ക് നോക്കിക്കൊണ്ട് എന്തോ ആലോചിച്ചിരുന്നു. അടുത്ത നിമിഷം ആ മൊബൈൽ കയ്യിലെടുത്ത് അവൾ കോണ്ടാക്ട്സ് ഓപ്പൺ ചെയ്തു. കോണ്ടാക്ട്സ് ലിസ്റ്റിൽ കൂടി സ്ക്രോൾ ചെയ്ത് നീങ്ങി അവളുടെ വിരലുകൾ ഏജന്റ് ജാക്സൺ എന്ന പേരിലെത്തി നിന്നു. ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്ത ആ കോണ്ടാക്റ്റിലേക്ക് ഒരു നിമിഷം നോക്കി എന്തോ ആലോചിച്ചതിന് ശേഷം അവൾ കോൾ ബട്ടണിൽ വിരലമർത്തി. കണ്ണുകൾ അടച്ച് കസേരയിലേക്ക് വീണ്ടും ചാരി ഇരുന്നിട്ട് ചെവിയിലേക്ക് ചേർത്ത് വെച്ച ഫോണിൽ നിന്നും ഉയർന്ന റിംഗ് ടോണിലേക്ക് അവൾ കാതോർത്തു. അല്പനേരം നീണ്ടു നിന്ന റിംഗ് ടോണിനൊടുവിൽ കോൾ കണക്ട് ആവുന്ന ശബ്ദം. ഹലോ ബേബി, കുറെ നാളായല്ലോ വിളിച്ചിട്ട്, ഇവിടെ ഇല്ലേ? അപ്പുറത്തു നിന്നും ജാക്സന്റെ ശബ്ദം കേട്ട് അവൾ ദീർഘനിശ്വാസത്തോടെ ഒന്ന് മൂളി. ഓക്കെ, പറയ് ബേബി, വൈ ദിസ് കോൾ നൗ? വൺ സ്റ്റഫ്? യെസ്, സെയിം സ്റ്റഫ്, വൺ ഷോട്ട്. കൂൾ. അറ്റ് വാട്ട് ടൈം? 5:30. Done. Meet me at the same place. Okay, Jack. We'll be there at 5:30. കോള് കട്ട് ചെയ്ത് ഫോൺ ടേബിളിലേക്ക് ഇടുമ്പോൾ നിമിഷയോട് എന്ത് പറയുമെന്നുള്ളതായിരുന്നു അവളുടെ ആലോചന. തുടരും. ലവ് ഇൻ ഗോവ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.